തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. AKG സെന്റർ സമീപത്ത് വെച്ച് 4 SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രതിഷേധക്കാരും അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാറിനടുത്തേക്ക് പോയാൽ താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാലും അത്തരമൊരു സാഹചര്യം ഒഴിവായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ് റാം, യഥാർത്ഥത്തിൽ ഗവർണറുടെ വണ്ടി അവിടെ സ്ലോ ചെയ്തോ അതോ വേഗത്തിൽ കടന്നുപോയി, എന്താണ് സംഭവിച്ചത്? സർവകലാശാല സെനറ്റുകളിലേക്ക് RSS നോമിനികളെ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ തിരികെ കയറ്റിയെന്ന് ആരോപിച്ച് SFI നടത്തിയ സമരം, ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 21 ഡൽഹിയിലേക്ക് മടങ്ങിയതാണ് ഗവർണർ ഈ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. തിരുവനന്തപുരത്തേക്ക് എത്തിയത് അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് മടങ്ങിയത്. പോകുന്ന വഴിയിൽ ജനറൽ ആശുപത്രിക്കും അതുപോലെ AKG സെന്ററിനും ഇടയിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നു. 2 പ്രവർത്തകർ ഇടറോഡിൽ നിന്ന് ഓടിയെത്തിയാണ് കരിങ്കൊടി കാണിച്ചത്. മറ്റു 2 പ്രവർത്തകർ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ഓടിയെത്തി പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തി. അങ്ങനെ 4 SFI പ്രവർത്തകർ ഉണ്ടായിരുന്നു. വാഹനത്തിനടുത്തേക്ക്, ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് പ്രവർത്തകർക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും അവർ പ്രതിഷേധം ഉയർത്തുന്നത് കാണാമായിരുന്നു. പോലീസ് അവരെ പിടിച്ചു മാറ്റി. 4 SFI പ്രവർത്തകർ പോലീസിന്റെ കസ്റ്റഡിയിൽ ആണ്. നേരത്തെ തന്നെ ഗവർണർ പ്രതികരിച്ചിരുന്നു. തന്റെ വാഹനത്തിന് നേരെ ആരെങ്കിലും ചാടിയാൽ സ്വാഭാവികമായി താൻ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് ഗവർണർ പ്രതികരിച്ചത്. അത് മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ തലവനെതിരെ അക്രമം അഴിച്ചു വിടുകയാണ്, അത്തരക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാഹനത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധത്തെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ എന്താണ് ചെയ്തുകൂടാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം ചോദിച്ചു. മാത്രമല്ല, ഈ സെനറ്റ് നാമനിർദ്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള ആളുകളുടെ പേരുകൾ തനിക്ക് പല വഴികളിൽ നിന്ന് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വെളിപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് അനാവശ്യ ചോദ്യമാണെന്ന് അദ്ദേഹം ക്ഷോഭത്തോടുകൂടെ പ്രതികരിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ എത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സൗജന്യവും നൽകാൻ SFI തയ്യാറല്ല എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള പ്രകടനം. പക്ഷേ ആൾക്കൂട്ടം വലുതായിട്ടില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ പ്രകടനത്തുള്ളൂ. 4 പേര് ചേർന്ന് കരിങ്കൊടി കാണിച്ചതേ ഉള്ളൂ. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.